കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബകോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ. ഗൂഗിൾ പേ ചെയ്യുക. സ്വന്തമായി ഗൂഗിൾ പേ ഇല്ല എന്നുണ്ടെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഗൂഗിൾ പേ ഉപയോഗിച്ചുകൊണ്ടും എമൗണ്ട് പേ ചെയ്യാവുന്നതാണ്. നമ്മൾ BNSS 144 ബന്ധപ്പെട്ട് വരുന്ന പാർട്ട് 1 നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ BNS 144 മൊത്തം 4 ഭാഗങ്ങളാണുള്ളത്. അതിൽ ഒന്നാമത്തെ ഭാഗമാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. അതിൽ നമ്മൾ പറഞ്ഞ പ്രധാനപ്പെട്ട പോയിന്റ് എന്തായിരുന്നു? സ്വന്തമായി വരുമാനമില്ലാത്ത അച്ഛനോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ മക്കൾക്കോ ചെലവിന് വേണ്ടിയിട്ട് ഭർത്താവിനോട് അല്ലെങ്കിൽ മകനോട് അല്ലെങ്കിൽ അച്ഛനോട് അപേക്ഷിക്കാം എന്നാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ടാമത്തെ വീഡിയോയിൽ പറയണത് അങ്ങനെ അപേക്ഷിച്ച് കഴിഞ്ഞാൽ ഏതെല്ലാം തരത്തിലുള്ള അലവൻസ് ആണ് ഈ പറയുന്ന ആളുകൾക്ക് ലഭിക്കുക എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊക്കെ അലവൻസ് എന്താണ്, എത്ര തരത്തിലുള്ള അലവൻസ് ഉണ്ട്, അത് എന്ന് മുതൽ ലഭിക്കും എന്നുള്ളതാണ് ഈ രണ്ടാമത്തേൽ പറയണത്. അപ്പോൾ അതിൻ്റെ ഡെഫിനേഷൻ നമുക്കൊന്ന് നോക്കാം, എക്സ്പ്ലനേഷൻ നോക്കാം. പറയണത് ഇങ്ങനെയാണ്: എനി സച്ച് അലവൻസ് ഫോർ ദ മെയിൻ്റനൻസ് ഓർ ഇൻ്ററിം മെയിൻ്റനൻസ് ആൻഡ് എക്സ്പെൻസ് ഓഫ് പ്രൊസീഡിംഗ് ഷോൾ ബി പേയബിൾ ഫ്രം the date of the order or ipso ordered from the date of the application for maintenance or interim maintenance and expense of proceedings as the case may be എന്നാണ് പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതായത് 3 തരത്തിലുള്ള ചെലവുകൾക്കുള്ള പൈസയാണ് നമുക്ക് ചോദിക്കുവാനായിട്ട് സാധിക്കുക. ഒന്നാമത്തേതെന്ന് പറയുന്നത് എന്താണ്? ഇൻ്ററിം മെയിൻ്റനൻസ്, ഇടക്കാല ചെലവിനുള്ള പണം. അല്ലെങ്കിൽ ഇടക്കാല ചെലവിനുള്ള പണം എന്ന് പറയുകയാണെങ്കിൽ കേസിൻ്റെ ഫൈനൽ ഓർഡർ ആകുന്നത് വരെ ജീവിക്കാനുള്ള പൈസേനെയാണ് ഇൻ്ററിം മെയിൻ്റനൻസ് എന്ന് പറയുന്നത്. ഇനി ഡിവോഴ്സ് ആയി എന്ന് വിചാരിക്കുക. ഡിവോഴ്സ് ആയി കഴിഞ്ഞാലുള്ള ആലിമണിയാണ് എന്ന് പറയുന്നത് ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്ന സംഖ്യ കൊണ്ട് ഉദ്ദേശിക്കേണ്ടത്. ഇനി കേസ് നടത്താനായിട്ട് വരുമാനമില്ലെങ്കിൽ അതിന് വേണ്ടിയിട്ടുള്ള സംഭവമാണെന്ത്? എക്സ്പെൻസ് ഓഫ് പ്രൊസീഡിങ്സ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. അപ്പോൾ 3 തരത്തിലുള്ള അലവൻസ് ആണ് നമുക്ക് ലഭിക്കുക എന്നുള്ള കാര്യം പ്രത്യേകം മനസ്സിലാക്കുക. ഇനി ക്വസ്റ്റ്യൻ ഇതാണ്: ഈ അലവൻസ് നമുക്ക് എന്ന് മുതൽ ലഭിക്കും എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതിന് കോടതി പറയുന്നത് എന്താണ്? 2 കണ്ടീഷൻ പറയുന്നുണ്ട്. ഒന്നാമത്തെ കണ്ടീഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ പേയബിൾ ഫ്രം ദ ഡേറ്റ് ഓഫ് ദി ഓർഡർ. എന്നാണോ കോടതി ഉത്തരവിടുന്നത് അന്നത്തെ ഡേറ്റ് മുതൽ മേൽ പറഞ്ഞ 3 അലവൻസ് ലഭിക്കും. അല്ല എന്നുണ്ടെങ്കിൽ എന്താ പറഞ്ഞത്? ഫ്രം ദ ഡേറ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ. ഈ ഭാര്യ, മകള് അല്ലെങ്കിൽ അച്ഛൻ, അമ്മ എന്നാണോ കോടതിയിൽ പണം വേണമെന്ന് പറഞ്ഞ ആപ്ലിക്കേഷൻ കൊടുത്തേക്കണത് ആ ഡേറ്റ് മുതൽ ലഭിക്കാം എന്നാണ് പറയണത്. അപ്പോൾ ഇതിൽ ഏത് ഡേറ്റ് ആണ് വേണ്ടത് എന്ന് തീരുമാനിക്കാനുള്ള വിവേചന അധികാരം ആർക്കുണ്ട്? കോടതിക്ക് അല്ലെങ്കിൽ മജിസ്ട്രേറ്റിനുണ്ട് എന്നാണ് പറയുന്നത്. പക്ഷേ അതുമായി ബന്ധപ്പെട്ട് നമുക്കറിയാം, പലപ്പോഴും നമ്മളൊരു കേസ് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം ഓർഡർ ആവാനായിട്ട് ഒരുപാട് നേരം വൈകുകയാണ് എന്നുണ്ടെങ്കിൽ ഇവർക്ക് ബുദ്ധിമുട്ടാക്കുമല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് 2 സുപ്രധാനമായിട്ടുള്ള വിധികളെ കുറിച്ചിട്ട് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം, ഏതാണ് കറക്റ്റ് ഡേറ്റ് എന്നുള്ളത്. നമ്മുടെ കേരള ഹൈക്കോടതി 2022 കൊണ്ടുള്ള പോയിന്റ് ഇങ്ങനെയാണ്: The Kerala High Court recently held that a petitioner under Section 125 CRPC must be granted maintenance from the date of the filing of the petition, not just date of passing of order. Justice A. Badruddin സാറാണ് അങ്ങനെ ഒരു ഉത്തരവിട്ടിട്ടുള്ളത്. അതായത് ആപ്ലിക്കേഷൻ എന്നാണ് കൊടുത്തിട്ടുള്ളത് ആ ഡേറ്റ് മുതലാണ് എന്ത് ചെയ്യേണ്ടത്? മെയിൻ്റനൻസ് തുക ഭർത്താവ് കൊടുത്തു തുടങ്ങേണ്ടത്, അല്ലാതെ ഓർഡർ ഇട്ട തീയതി മുതലല്ല എന്ന് 2022 അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട്. എന്നാൽ 2014 സുപ്രീം കോടതി പറയുന്ന പോയിന്റ് ഇങ്ങനെയാണ്: അതായത് മെയിൻ്റനൻസ് കുഡ് ബി ഗ്രാൻഡഡ് ഫ്രം ഈതർ ഓഫ് ദി 2 സ്റ്റേറ്റ്സ്, ദാറ്റ് ഈസ് ഫ്രം ദ ഡേറ്റ് ഓഫ് ദി ആപ്ലിക്കേഷൻ ഓർ ഫ്രം ദി ഡേറ്റ് ഓഫ് ദി ഓർഡർ, ബട്ട് ദ കോർട്ട് ഡിസൈഡിങ് ദ സെയിം ഹാസ് ടു റെക്കോർഡ് റീസൺസ് ഫോർ ദി സെയിം. അതായത് കോടതിക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇതിൽ ഏത് ഡേറ്റ് വേണമെങ്കിലും തീരുമാനിക്കാം. പക്ഷേ ഡേറ്റ് തീരുമാനിക്കാനുള്ള കാരണം എന്താണെന്നുള്ളത് അതിൽ എഴുതി വെക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ. ഒപ്പം തന്നെ അതിൽ പറയുന്നുണ്ട്, അങ്ങനെ എഴുതി വെക്കാനായിട്ടുള്ള കാരണം പറയാനുള്ള റീസൺ ഇതാണ്: ആസ് പെർ സെക്ഷൻ 3546 of CRPC, the court should record reasons in support of the order passed by it in both eventualities എന്നാണ് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പം 354B പ്രകാരമാണ് റീസൺ അതിൽ പറയണത്. ഇനി സെക്ഷൻ 354(6) CRPC കൂടി നമുക്ക് നോക്കാം. എവരി ഓർഡർ അണ്ടർ സെക്ഷൻ 117 or Section 138 subsection 2 and every final order made under Section 125 and Section 145 or Section 147
ഷോൾ കണ്ടെയ്ൻ ദ പോയിന്റ് ഓർ പോയിന്റ്സ് ഓഫ് ഡിറ്റർമിനേഷൻ ദി ഡിസിഷൻ ദർ ഓൺ ആൻഡ് ദ റീസൺ ഫോർ ദി ഡിസിഷൻ എന്നുള്ളതും അതിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ റീസൺ എന്താണെന്നുള്ളത് പറയണം, കേട്ടില്ലേ? പിന്നെ അത് മാത്രമല്ല, ഈ മെയിൻ്റനൻസ് കൊടുക്കാനായിട്ട് ഈ ഭാര്യകൾക്കും കുട്ടികൾക്കുള്ള അവകാശത്തിൻ്റെ കാരണം കൂടി പഠിച്ചു വെച്ചോളൂ. അതിനുള്ള റീസൺ എന്ന് പറയുന്നത് ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 15 സബ്സെക്ഷൻ 3-ലും അതുപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 39-ലും എന്ത് പറയുന്നുണ്ട്, ഭാര്യയ്ക്കും മക്കൾക്കും അച്ഛനും അമ്മയ്ക്കും എല്ലാം എന്ത് കൊടുക്കണം, ചെലവിന് കൊടുക്കണം എന്നുള്ളത് പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ മെയിൻ്റനൻസ് എന്ന് പറയുന്ന ഒരു പോയിന്റ് അവിടെ പൊന്തി വരുന്നത്. അതായത് ഒരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ഒരിക്കലും ഉണ്ടാവാനായിട്ട് പാടില്ല, സാമ്പത്തികമായിട്ടാണെങ്കിലും ലിംഗപരമായിട്ടും ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് അവിടെ പറഞ്ഞു വെച്ചിട്ടുള്ളത്. കാര്യങ്ങൾ മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് ഇതിൻ്റെ രണ്ടാമത്തെ സെക്ഷനിൽ നമ്മൾ പറയണത്. ഇതേ പോയിന്റ് തന്നെയാണ് ഇത് BNSS 144(2)ലും പറഞ്ഞു വെച്ചിട്ടുള്ളത്. അടുത്ത വീഡിയോയിൽ നമുക്കിതിൻ്റെ മൂന്നാമത്തെ പോർഷനിൽ എന്തൊക്കെയാണ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത് എന്നുള്ളത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.